ഡോക്ടർ ബി അശോക്, ഇന്നലെയും ഇന്നുമായി അങ്ങ് ഒരുപാട് കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. ഒരു ഭരണമാറ്റം ഉറപ്പിച്ചുകൊണ്ടാണോ ഈ നിമിഷം അദ്ദേഹം താങ്കൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അല്ലെങ്കിൽ വെളിപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അന്യായമായ സസ്പെൻഷൻ ഓർഡർ എന്തിനാണ് ഇപ്പോൾ ലഭിച്ചതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ശ്രീ ബി അശോക്, സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥർക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസ് തരുമ്പോൾ നിങ്ങൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുകയാണ് ചെയ്യുക. സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരണം നൽകുക, അങ്ങ് നേരിട്ട് നൽകുകയാണ് ചെയ്യുക. പക്ഷേ പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ലേഖനത്തിലൂടെയൊക്കെ പ്രതികരിക്കാൻ അങ്ങ് തയ്യാറായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും ഒടുവിലെടുക്കാൻ കേൾക്കുന്നില്ലേ ശ്രീ ബി അശോക്? കേൾക്കാം. ഞാൻ ചോദിച്ചത്, സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു ഒരു സെക്കൻഡ് ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കിത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എന്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ അത് മറികടക്കണമെന്നും എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഒരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. അല്ലല്ല, എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്ക് ഒരു താല്പര്യം. എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയോ? ഒന്നുമില്ല. അതിനൊരു നടപടിക്രമമുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു. ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. യു ആർ വേസ്റ്റിംഗ് യുവർ ഓൺ ടൈം. യു ആർ വേസ്റ്റിംഗ് യുവർ ഓൺ ടൈം. വാട്ട് ഈസ് ദ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ? യു കം ടു ദാറ്റ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അല്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങേക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം? അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ട് ഒന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ അവരെ ഒഴിവാക്കാം. എനിക്ക് അതിന് സമയമില്ല. അതുകൊണ്ടാണ്. ദയവായിട്ട് മനസ്സിലാക്കി, എനിക്കൊരു ചോദ്യവും നിങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചോദ്യം? ഡോക്ടർ ബി